ഓക്കെ ഓക്കെ, നമ്മളൊരു ഗസ്റ്റ് ഹൗസ് പോവാം. നല്ല ഐഡിയ ഉണ്ട് അച്ഛാ. ഞാൻ അടുത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യാം. നാളെ തന്നെ നമ്മൾ പോവാം. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ്. ഇവിടെയാണ് നമ്മൾ ഒരാഴ്ച അടിച്ചു പൊളിക്കുന്നത്. മക്കളെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരും. അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. ഇപ്പോൾ സന്ധ്യയായില്ലേ, നാളെ നമ്മൾ പുറത്ത് പോവാം. അച്ഛാ, ഞാൻ പുറത്തു പോയി നോക്കിയിട്ട് വരട്ടെ. വേഗം വാ മോളെ. ശരി അച്ഛാ, ഞാൻ വേഗം വരാം. ഇതെന്താ സ്റ്റോർ റൂമാ? തുറന്നു നോക്കാം. ഹായ് പാവക്കുട്ടി, ഇത് ഞാൻ എടുക്കാം. അച്ഛാ അച്ഛാ, എനിക്കൊരു പാവക്കുട്ടി കിട്ടി. ഞാനത് നോക്കട്ടെ. അയ്യേ, ഇത് പഴക്കം ചേർന്ന പാവക്കുട്ടിയാണല്ലോ. ഞാനത് കളയാൻ പോവാ. അച്ഛാ പ്ലീസ് ടാ, പ്ലീസ് ടാ, കളയില്ല അച്ഛാ, പ്ലീസ് ടാ, ഞാൻ വെച്ചോളാം. എന്തെങ്കിലും ചെയ്യേ. മക്കളെ നിങ്ങൾ മുറിയിൽ കിടന്നോളൂ. ഓക്കേ മാ. ഗുഡ് നൈറ്റ്. വാ ക്ലാര, നമ്മൾ വെള്ളം കുടിച്ചിട്ട് വരാം. അയ്യോ, രക്ഷപ്പെടുത്തണേ. അമ്മ, ഞാനിന്നലെ പ്രേതം പോലെ എന്തോ കണ്ടു. അങ്ങനെയൊന്നുമില്ല മോളെ, നിനക്ക് തോന്നുന്നതായിരിക്കും. വാ ആന, നമുക്ക് കളിക്കാൻ പോവാം. ഓക്കേ, വാ പോവാം. അയ്യോ, എന്തെങ്കിലും പറ്റിയ? ചേട്ടാ, അയാൾ തള്ളിവിട്ട പോലെ ഉണ്ടായിരുന്നു. ശരി, വീട് നമുക്ക് അടി പോവാം. ഓക്കേ. മക്കളെ നിങ്ങൾക്ക് സ്നാക്സ് ഇഷ്ടമായോ? ഇഷ്ടമായി അമ്മ. അമ്മ, അച്ഛാ, എനിക്ക് വീട്ടിൽ പ്രേതമുള്ളത് പോലെ തോന്നുന്നു. ഞാൻ ഇന്നലെ രാത്രി ഒരു രൂപത്തിനെ കണ്ടു. അതേപോലെ ഇന്ന് ഞാൻ സ്വിങ്ങിൽ കളിക്കുമ്പോൾ ആരോനെ തള്ളിവിട്ട പോലെ ഉണ്ടായിരുന്നു. അതാണ് ഈ മുറിവ് കാണുന്നത്. അങ്ങനെയൊന്നുമില്ല മോളെ, നിനക്ക് തോന്നിയതായിരിക്കും. അങ്ങനെയൊന്നുമില്ല മോളെ, പേടിക്കണ്ട. ദൈവത്തെ പ്രാർത്ഥിച്ച് കിടന്നാൽ മതി. ശരി മാ. ക്ലാര, ക്ലാര അവിടെ പോയി. ക്ലാര, നീ എവിടെ പോയി? വാ, നമ്മൾ ഉറങ്ങാൻ പോവാം. രക്ഷപ്പെടുത്തണേ. എന്താണ് ശബ്ദം കേൾക്കണത്? വാ ആന, നമുക്ക് പോവാം. താങ്ക്സ് ചേട്ടാ. അമ്മ, അച്ഛ അവിടെ ഒരു പ്രേതമുണ്ട്. എന്താ മോള് പറയുന്നേ? അമ്മ അവൾ പറഞ്ഞ ശരിയാണ്, ഇവിടെ ഒരു പ്രേതമുണ്ട്. നീ എന്തൊക്കെ പറയണേ? എന്താ അവിടെ നിൽക്കുന്നേ? അയ്യോ, എന്താ അവിടെ? ആ പാവയിലാണ് പ്രാഥമില്ലെന്ന് തോന്നണേ. അവിടുത്തെ മാറി കഷ്ണം എടുത്തിട്ടോ. താങ്ക്സ്. ഞാൻ നിങ്ങളുടെ അന്നേ പറഞ്ഞതില്ലേ ഈ വീട്ടിൽ പ്രേതമുണ്ട്. വാ മക്കളെ, വീട്ടിൽ നമുക്ക് വേഗം പോവാം. നമ്മൾക്ക് ഈ വീട്ടിൽ വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. വേറെ വഴിയല്ലേ നമ്മൾക്ക്. ഞാനൊരു ഈ വീട്ടിൽ ഒരു പ്രേത അന്തരീക്ഷമുണ്ട്.
ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൾ രാത്രിയെ വരുന്നു. നമ്മൾ ഉപ്പ് വീടിന്റെ മുൻഭാഗത്ത് ഇടണം. ഇതെന്തിനാ ബ്രസ് ഇങ്ങനെ ഉപ്പിടുന്നത്? പ്രേതം വീട്ടിൽ നിന്ന് രക്ഷപ്പെടാണ്ടിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. May the God be with us. Rafta sita siling ta. Rafta sita siling ta. Rafta sita siling. Rafta sita siling ta. എന്തായാലും ഇവിടുത്തെ പ്രേതം പോയിരിക്കുന്നു. ഞാൻ പോട്ടെ.